ആദില ആൻഡ് നൂറ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് കയറി വന്ന രണ്ട് വ്യക്തികൾ. എന്നിട്ട് ബിഗ് ബോസ് അതിനിടയ്ക്ക് വെച്ചിട്ട് രണ്ടുപേരും രണ്ടാക്കി രണ്ട് സെപ്പറേറ്റ് കണ്ടസ്റ്റന്റ്സ് ആക്കിയിട്ട് ഇപ്പൊ ഇൻഡിവിജ്വൽ ഗെയിം പെർഫോം ചെയ്യുന്ന രണ്ട് കണ്ടസ്റ്റന്റ്സ് അല്ലെ. ഈ ഒരു കഴിഞ്ഞ വീക്ക്ലി ടാസ്ക് ന്യൂദില ചെരുപ്പ് ഫാക്ടറി അത് കഴിഞ്ഞപ്പോ ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഈ ഒരു ടാസ്ക് കൊടുത്തപ്പോ തന്നെ നൂറേനെ പരമാധികാരിയാക്കി വെച്ചപ്പോ പലരും കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് പേര് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അല്ല കണ്ടിട്ടുണ്ടായിരുന്നു. ഇവര് മിക്കവാറും അടിച്ചു പിരിയും, അല്ലെ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേന് ഇവർ അടിച്ചു പിരിയുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ബിഗ് ബോസ് കൊണ്ടോ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് കൊണ്ടോ തങ്ങളെ പിരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, എന്തുമാത്രം അവർ പരസ്പരം കണക്റ്റഡ് ആണെന്ന് അവർ ഓരോ ദിവസം കഴിയും തോറും ബിഗ് ബോസിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ ടാസ്കില് നൂറയ്ക്ക് ഒരു വലിയൊരു ക്രൈസിസ് വന്നപ്പോ, ശരിക്കും ആദില അവിടുത്തെ ഒരു തൊഴിലാളിയാണ് അല്ലെ, ആ ഒരു തൊഴിലാളി യൂണിയന്റെ കൂടെ നിൽക്കേണ്ട ഒരാളാണ്. പക്ഷെ തന്റെ നൂറയ്ക്ക് ഒരു വലിയൊരു പ്രതിസന്ധി ആണെന്ന് അറിഞ്ഞപ്പോൾ ആ നിമിഷം തൊട്ട് ആദില നൂറയുടെ സൈഡിൽ ചേർന്ന് നിൽക്കുവാണ്. മാത്രമല്ല നൂറയുടെ കൈ ഒന്ന് മുറിഞ്ഞപ്പോ ആദിലയുടെ ഫേസിന് വന്ന മാറ്റം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത മാറ്റമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, അസൂയ തോന്നിപ്പോകുന്ന പോലത്തെ ഒരു റിലേഷൻ അല്ലെ. ഒന്ന് കൈ മുറിഞ്ഞപ്പോഴത്തേലും ആ മുഖത്ത്, ആദിലയുടെ മുഖത്ത് വന്ന ഫേഷ്യൽ ചേഞ്ചസ് ആണ് ഞാൻ ശ്രദ്ധിച്ചത്. ആദില എന്തുമാത്രം വെറീഡായി ആ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ അതിനുശേഷം ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നലത്തെ ദിവസം വീക്ക്ലി ടാസ്കിൽ ഇന്നലത്തെ ദിവസത്തില് ഭയങ്കരമായിട്ട് അക്ബറും കൂട്ടിനും ഭയങ്കര അഗ്രസീവായിട്ട് ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടാകുക, അല്ലെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുന്ന രീതിയിലുള്ള, ഒരു ഫിസിക്കലി ഒരാളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടാണ് ശരിക്കും അക്ബർ ആൻഡ് ഗ്യാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ ആദില ബിന്നി, ജിഷിൻ ഇവർ മാത്രമേ ഉള്ളൂ ഇപ്പുറത്തെ സൈഡിൽ നൂറയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതില് ആദില എല്ലാവരും 3 പേരും നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദില എന്തുമാത്രം നൂറയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്, ആ ഓരോ അടി കൊടുക്കുന്നത്, ആ ചെരുപ്പ് ഉണ്ടാക്കുക, അതിങ്ങനെ ഓരോ അടി ചുറ്റിക വെച്ച് അടിക്കുന്നതും ബിഗ് ബോസ് ഇങ്ങനെ സൂം ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ് അപ്പ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ആദില. ആ ഒരു മുഖത്തെ ഭാവം, ഇടയ്ക്കിടയ്ക്ക് അക്ബറിന്റെ ഒരു നോട്ടം ഉണ്ട്. അക്ബർ ആൻഡ് ഗ്യാങ് അവിടെ ഒച്ച വെക്കുമ്പോൾ ഒരു നോട്ടം നോക്കും. എന്റെ മോനെ തീയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിലും ആറ്റിറ്റ്യൂഡിൽ നൂറയേക്കാൾ ഒരു 2 പടി മുന്നിലാണ് ആദില. ആദിലയുടെ ആറ്റിറ്റ്യൂഡും ആദിലയുടെ സംസാരിക്കുന്ന രീതി, നൂറ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയും, ആദില ആക്ച്വലി ക്യൂട്ടാണ്, പക്ഷെ ഒരിക്കലും ക്യൂട്ട്നെസ് വാരി വിതർന്ന ഒരാളല്ല ആദില. അതിൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്ലാസി ലേഡി ടൈപ്പാണ് ശരിക്കും. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിപ്പോയി, നൂറ എങ്ങനെ കുറ്റം പറയാൻ പറ്റും, എങ്ങനെ ആദിലയോട് പ്രണയം തോന്നാതിരിക്കും അല്ലെ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും ചേർത്ത് പിടിക്കുന്ന, ഇത്രയും സ്നേഹമുള്ള ഒരു പാർട്ട്ണറെ ആരാണ് ആഗ്രഹിക്കാത്തത്. ഇപ്പൊ നൂറ വീട് പോയതിൽ ഒരു തെറ്റും പറയാൻ പറ്റുന്ന